കുറച്ച് നാളുകളായി മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പടർന്നുകൊണ്ടിരിക്കുന്ന അസുഖമാണ് മുണ്ടുവീക്കം, കണ്ടവീക്കം, താടവീക്കം തുടങ്ങി പല പേരുകളിൽ അറിയപ്പെടുന്ന മംസ് രോഗം. ഇതൊരു വൈറൽ ഇൻഫെക്ഷനാണ്. സാധാരണയായി 15 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ബാധിക്കുക. വലിയ ആൾക്കാർക്ക് വരില്ല എന്ന് ഗ്യാരണ്ടി ഒന്നും പറയാൻ കഴിയില്ല കേട്ടോ. ഇവിടെ തന്നെ പല ആളുകൾക്കും വന്നിട്ടുണ്ട്. എനിവേ, ഇത് ബാധിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ഉമിനീര് ഗ്രന്ഥി, പരോട്ടിഡ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് 2 സൈഡിലായിട്ട് ഉമിനീര് ഗ്രന്ഥി ഉണ്ട്. അതിനെയാണ് ഈ വൈറസ് ബാധിക്കുക. കുട്ടികൾ എങ്ങനെ വരിക? പനിയും തലവേദനയും, പിന്നെ ഒരു സൈഡ് വീങ്ങിയിട്ടുമാണ് വരിക. ഒരു സൈഡിലുള്ള വീക്കം ചിലപ്പോൾ രണ്ട് 3 ദിവസം കഴിയുമ്പോൾ അടുത്ത സൈഡിലേക്കും പോകാതിരിക്കാം. നിർബന്ധമൊന്നുമില്ല പോകണം എന്നുള്ളത്. ഈ അസുഖം ഇവിടെ വീക്കം വരുന്നതിൻ്റെ ഒരു 5 ദിവസം മുന്നേ തന്നെ ഈ കുട്ടിക്ക് മറ്റു കുട്ടികളിലേക്ക്, മറ്റാളുകളിലേക്ക് അസുഖം പരത്താൻ കഴിയും. മാത്രമല്ല, ഇത് വീക്കം വന്ന് ചുരുങ്ങുന്ന ആ സമയം വരെയും, ഏകദേശം ഒരാഴ്ച വരെയും ഈ അസുഖം മറ്റുള്ളവരിലേക്ക് പരത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിനങ്ങനെ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല. സിംറ്റമാറ്റിക് മാനേജ്മെൻറ്റാണ്. പനിയും തലവേദനയ്ക്കുള്ള മരുന്ന് കൊടുക്കുക, പിന്നെ ഇവിടെ പുരട്ടാനൊരു മരുന്നും കൊടുക്കുക, അത്ര തന്നെ ഉള്ളൂ. ഇതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? ഇതിന് നമുക്ക് മംസിന് വാക്സിൻ അവൈലബിൾ ആണ്. നമ്മൾ MMR എന്ന് പറയുന്നൊരു വാക്സിൻ വെക്കും കുട്ടികൾക്ക്. 3 തവണയായിട്ട് വെക്കുന്ന വാക്സിനാണത്. അതിൽ ഈ ഒരു എന്താണ് മംസിൻ്റെയാണ്. മംസ്, മീസൽസ്, റുബല്ല എന്നാണത് ആ MMR വാക്സിൻ. അതിൽ മംസിനെ കവർ ചെയ്യാനുള്ള വാക്സിൻ വെക്കുന്നുണ്ട്. സോ കുട്ടികളൊക്കെ ഇമ്മ്യൂണൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇത് പ്രിവെൻറ്റ് ചെയ്യാനുള്ളൊരു വഴി. ഓക്കെ.